ഡിവൈഎഫ്ഐയുടെ പെട്ടെന്നുള്ള പ്രതിഷേധത്തിൽ ഞെട്ടിത്തരിച്ച് അമേരിക്ക. എന്തു ചെയ്യണമെന്നറിയാതെ നട്ടം തിരിഞ്ഞ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്ക വെനസ്വേലയെ ആക്രമിച്ചതിനും പ്രസിഡന്റിനെയും ഭാര്യയെയും ബന്ദികളാക്കിയതിലും പ്രതിഷേധിച്ച് ആലപ്പുഴയിലും കൊല്ലത്തും ഡിവൈഎഫ്ഐ നടത്തിയ പ്രതിഷേധ പ്രകടനം കൊണ്ട് ഇടതുപക്ഷം പ്രതീക്ഷിച്ചത് ഇങ്ങനെയെല്ലാമാണ്. പക്ഷേ പ്രകടനം ചീറ്റിപ്പോയെന്ന് സഖാക്കന്മാർക്ക് ഇനിയും മനസ്സിലായിട്ടില്ല. സാമ്രാജ്യത്വ ധ്വംസനമെന്നും അധിനിവേശമെന്നുമൊക്കെയുള്ള കടിച്ചാൽ പൊട്ടാത്ത വാക്കുകൾ പറഞ്ഞ് ആളുകളെ പറ്റിക്കാൻ ഇനി കഴിയില്ലെന്ന് ഇവരെ ആരാണ് പറഞ്ഞു മനസ്സിലാക്കുക? അമേരിക്ക വെനസ്വേലയെ ആക്രമിച്ചത് വെനസ്വേലയുടെ എണ്ണ സമ്പത്ത് സ്വന്തമാക്കാനെന്നാണ് ഡിവൈഎഫ്ഐയുടെ ഗർജിക്കുന്ന സിംഹം ചിന്താ ജെറോം പറയുന്നത്. വെനസ്വേല അമേരിക്കയിലേക്ക് നടത്തുന്ന മയക്കുമരുന്ന് കടത്തിനെതിരെ നിരവധി തവണ മുന്നറിയിപ്പ് നൽകിയിട്ടും കേട്ട ഭാവം നടിക്കാതിരുന്നതിനാലാണ് അമേരിക്ക ആക്രമണം നടത്തിയതും പ്രസിഡന്റിനെയും ഭാര്യയെയും ബന്ദികളാക്കിയതും. അത് കള്ളപ്രചരണമെന്നാണ് ചിന്ത പറയുന്നത്. പ്രസിഡന്റിനെ ബന്ദിയാക്കിയതിൽ അവിടുത്തെ ജനത നടത്തുന്ന ആഘോഷ പ്രകടനവും അപ്പോൾ AI നിർമ്മിതമായിരിക്കണം. പക്ഷെ അമേരിക്ക വെനസ്വേലയെ ആക്രമിച്ചതിന് പാതിരാത്രി ആലപ്പുഴക്കാരുടെയും കൊല്ലത്തുകാരുടെയും ഉറക്കം കളയുന്നത് എന്തിനെന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല. ചിന്തയെപ്പോലെ ചിന്തിക്കാനുള്ള ശേഷി ഇല്ലാത്തതുകൊണ്ട് ഇതിന്റെ പിന്നിലെ അന്തർധാര എന്താണെന്ന് എത്ര ആലോചിച്ചിട്ടും പിടുത്തം കിട്ടുന്നില്ല. കേരളത്തിലെയും ഇന്ത്യയിലെയും പ്രശ്നങ്ങളെല്ലാം തീർത്ത അവസ്ഥയ്ക്ക് ഇനി നേരെ അമേരിക്കയിലേക്ക് പോകാം. സുഡാനും ബംഗ്ലാദേശും ഒക്കെ അവിടെ നിൽക്കട്ടെ. അമേരിക്കയിലെയും വെനസ്വേലയെയും പ്രശ്നങ്ങൾ കേരളത്തിൽ 2 പ്രകടനവും നടത്തി ഒരു തീപ്പൊരി പ്രസംഗവും കഴിഞ്ഞാൽ അമേരിക്ക ഭയന്ന് വിറകൊള്ളുമായിരിക്കും. പൊതിച്ചോറ് കൊടുക്കുന്ന തലച്ചോറില്ലാത്ത സഖാക്കളോടൊന്നേ പറയാനുള്ളൂ: ചെമ്മീൻ ചാടിയാൽ മുട്ടോളം, പിന്നെയും ചാടിയാൽ ചട്ടിയോളം.